നമസ്കാരം. ഗുഡ്നസ് ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന് മാർപ്പാപ്പയുടെ ക്രിസ്തുമസ് സമ്മാനം. മാഹി അമ്മ ത്രേസ്യ തീർത്ഥാടന കേന്ദ്രം ഇനി മുതൽ ബസിലിക്കയായി അറിയപ്പെടും. സീറോ മലബാർ സഭയുടെ ആസ്ഥാനം സന്ദർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ഗവർണറെ തിരിച്ചു വിളിക്കണം, രാഷ്ട്രപതിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി. ഇന്നും യുദ്ധക്കളമായി തലസ്ഥാനം. KSU DGP ഓഫീസ് മാർച്ചിൽ സംഘർഷം. വിധവാ പെൻഷൻ കുടിശ്ശിക വേണമെന്നാവശ്യപ്പെട്ട് അടിമാലി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വാർത്തകൾ വിശദമായി. കോഴിക്കോട് രൂപതയിലെ മാഹി അമ്മ ത്രേസ്യ തീർത്ഥാടന കേന്ദ്രത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തിയ ഫ്രാൻസിസ് പാപ്പ. വടക്കൻ കേരളത്തിലെ ഒരു ദേവാലയത്തെ ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തുന്നത് ഇതാദ്യമായാണ്. ആരാധനക്രമം, കൂദാശകൾ, വലുപ്പം, പ്രശസ്തി, സൗന്ദര്യം, ദൗത്യം, ചരിത്രം, പ്രാചീനത, അന്തസ്, ചരിത്രപരമായ മൂല്യം, വാസ്തുവിദ്യ, കലാപരമായ മൂല്യം, ആരാധനാ കേന്ദ്രങ്ങൾ എന്നിവ പഠിച്ചതിനു ശേഷമാണ് കത്തോലിക്ക സഭയുടെ പരമോന്നത അധ്യക്ഷനായ പാപ്പ ഒരു ദേവാലയത്തെ ബസിലിക്കയായി ഉയർത്തുന്നത്. ശതാബ്ദിയുടെ നിറവിലായിരിക്കുന്ന കോഴിക്കോട് രൂപതയ്ക്ക് ലഭിക്കുന്ന അംഗീകാരവും ക്രിസ്തുമസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മാർപ്പാപ്പയിൽ നിന്ന് കിട്ടുന്ന സ്നേഹ സമ്മാനവുമായാണ് ഇതിനെ രൂപതയിലെ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും വിശ്വാസികളും കാണുന്നത്. റോമൻ സഭയുമായും പരമോന്നത കത്തോലിക്ക സഭയുടെ അധികാരിയായ പാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടവും സജീവവും അജപാലനവുമായ ആരാധനാക്രമത്തിൻ്റെ കേന്ദ്രവുമാണ് ബസിലിക്കകൾ. അതിനാൽ തന്നെ ഒരു ദേവാലയത്തെ ബസിലിക്കയായി തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. ആദ്യം വത്തിക്കാനിലേക്ക് ശുപാർശ ചെയ്യണം. അത് പള്ളിയുടെ വർഷങ്ങളായ ആരാധനാക്രമം, കൂദാശകൾ, പ്രശസ്തി, സൗന്ദര്യം, ദൗത്യം എന്നിവയും മറ്റുള്ളവയും പരിഗണിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്താണ് ഒരു പള്ളി ബസിലിക്കയായി മാറുന്നത്. വടക്കൻ കേരളത്തിൽ ഇതുവരെയായും ഒരു ദേവാലയവും ബസിലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടില്ല. ആയതിനാൽ മലബാർ മണ്ണിലെ പ്രഥമ ബസിലിക്കയായിട്ടായിരിക്കും ഇനി മുതൽ മാഹി തീർത്ഥാടന കേന്ദ്രം അറിയപ്പെടുന്നത്. ലോകത്ത് 4 പ്രധാന മേജർ ബസിലിക്കകളാണ് ഉള്ളത്. അവയെല്ലാം റോമിലാണ്. സെന്റ് പീറ്റേഴ്സ്, സെന്റ് ജോൺ ലാറ്ററൻ, സെന്റ് മേരി മേജർ, സെന്റ് പോൾ. ഈ 4 ബസിലിക്കകളും ചരിത്രത്തിലും പ്രയോഗത്തിലും മാർപ്പാപ്പയുമായി പ്രത്യേകിച്ച് ബന്ധപ്പെട്ടിരിക്കുന്നു. അവ പേപ്പൽ ബസിലിക്കകൾ എന്നും അറിയപ്പെടുന്നു. മറ്റെല്ലാ ബസിലിക്കകളും മൈനർ ബസിലിക്കയായാണ് അറിയപ്പെടുന്നത്. ആ ഗണത്തിലേക്കാണ് ഇപ്പോൾ മാഹി അമ്മ ത്രേസ്യ തീർത്ഥാടന കേന്ദ്രം ഉയർത്തപ്പെട്ടിരിക്കുന്നത്. മയ്യഴി അമ്മയുടെ ദേവാലയം എല്ലാ മേഖലകളിലും ഏറെ ശ്രദ്ധ ആകർഷിക്കുകയും മലബാറിൽ തന്നെ ഒരു ദീപസ്തംഭമായി നിലകൊള്ളുകയും ചെയ്യുന്നതിൻ്റെ പ്രകടമായ തെളിവാണ് ഈ ബസിലിക്ക പദവി പ്രഖ്യാപനത്തിലൂടെ നാം കാണുന്നത്. ഒരു ദേവാലയം ബസിലിക്കയാണെന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ 3 അടയാളങ്ങളായ മഞ്ഞയും ചുവപ്പും നിറഞ്ഞ കുട, മണികൾ, പേപ്പൽ കുരിശിൻ്റെ താക്കോലുകൾ എന്നിവ ഇനി മുതൽ മാഹി ദേവാലയത്തിലും പ്രതിഷ്ഠിക്കും. വിദേശത്തു നിന്നും മറ്റ് സ്വദേശങ്ങളിൽ നിന്നും ഒട്ടനവധി തീർത്ഥാടകർ മാഹി പള്ളി സന്ദർശിക്കാറുണ്ട്. അമ്മ ത്രേസ്യയിൽ സ്ഥാപിതമായ ദേവാലയം ബസിലിക്കയായി ഉയർത്തപ്പെട്ടതിൻ്റെ ഭാഗമായി മാഹി ബസിലിക്കയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃതജ്ഞത ബലി ഉടനെ നടത്തപ്പെടും. തീയതിയും മറ്റു വിവരങ്ങളും പിന്നീട് അറിയിക്കുന്നതാണെന്ന് രൂപതാ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. സീറോ മലബാർ സഭയുടെ ആസ്ഥാനം സന്ദർശിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായി സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തി. മുൻ നിശ്ചയപ്രകാരം NDAയുടെ സ്നേഹയാത്രയുടെ ഭാഗമായാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഇന്നു മുതൽ സ്നേഹയാത്ര ആരംഭിക്കുകയാണെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേന്ദ്രൻ വ്യക്തമാക്കി. മണിപ്പൂർ വിഷയത്തിൽ സഭയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് കോൺഗ്രസിനേക്കാൾ വിശ്വാസം BJPയിലാണെന്നുമായിരുന്നു സന്ദർശനത്തിനു ശേഷം സുരേന്ദ്രന്റെ പ്രതികരണം. പ്രധാനമന്ത്രിയുടെ സന്ദേശവുമായാണ് സ്നേഹയാത്രയെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. സ്നേഹയാത്രയിൽ രാഷ്ട്രീയമില്ലെന്നും ക്രിസ്തുമസ് ആശംസകൾ എല്ലാ വീടുകളിലും അറിയിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. സാമൂഹ്യ സമരസത, പരസ്പര ഐക്യം, സൗഹാർദ്ദം എന്നിവ ഊട്ടിയുറപ്പിക്കുകയാണ് ലക്ഷ്യം. ക്രിസ്ത്യൻ സമൂഹവുമായി ഇടപഴകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായാണ് സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നത്. ക്രൈസ്തവരുടെ വീടുകളിൽ പാർട്ടി പ്രവർത്തകർ സന്ദർശനം നടത്താനും നേരത്തെ തീരുമാനിച്ചിരുന്നു. ഡിസംബർ 20 മുതൽ 30 വരെ സ്നേഹയാത്ര സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ക്രിസ്തുമസ് ആശംസകൾ കൈമാറുമെന്നും അറിയിച്ചിരുന്നു. മണിപ്പൂർ വിഷയത്തിന്റെ പേരിൽ അകൽച്ച കാണിക്കുന്ന കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് സ്നേഹയാത്ര എന്നും വിലയിരുത്തലുകളുണ്ടായിരുന്നു. ഇതൊന്നും ബാധിക്കുന്ന വിഷയങ്ങളെ അല്ല, പക്ഷേ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് സമ്മതിക്കുന്നു. കോൺഗ്രസും CPMഉം പിന്നെ അങ്ങനെയുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് പലരിലും.
ആ തെറ്റിദ്ധാരണ നീക്കാനും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾ, സ്നേഹയാത്ര സഹായകരമാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തിരികെ വിളിക്കാൻ ആവശ്യപ്പെട്ട് കേരളം കേന്ദ്രത്തിന് കത്ത് നൽകി. ഗവർണർ ചുമതല നിറവേറ്റുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ചത്. നിരന്തരം പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നുവെന്നാണ് വിമർശനം. ഗവർണറും സർക്കാരും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന കൊമ്പുകോർക്കലിനിടെയാണ് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഭരണഘടനാ ചുമതലകൾ ഗവർണർ നിർവഹിക്കുന്നില്ലെന്നാണ് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ബില്ലുകൾ ഒപ്പിടാതെ ദീർഘകാലം പിടിച്ചുവെക്കുന്നുവെന്നും കത്തിലുണ്ട്. സർക്കാരിന്റെ സുഗമമായ ഭരണനിർവഹണത്തിന് രാഷ്ട്രപതി ഇടപെടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബില്ലുകളിൽ ഗവർണർ ഒപ്പിടാൻ വൈകുന്നതും സർവകലാശാലകളിലെ നിയമനവും അടക്കവുമുള്ളവ സുപ്രീം കോടതിയിൽ വരെ എത്തിയിരുന്നു. അതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തിയതോടെ പ്രശ്നങ്ങൾ വീണ്ടും വഷളായി. പ്രതിഷേധിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്ത SFIക്കാർക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഗവർണർ പ്രതികരിച്ചത്. കാമ്പസുകളിൽ ഗവർണർ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് SFIയുടെ വെല്ലുവിളിക്ക് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഗവർണർ മറുപടി നൽകിയത്. അദ്ദേഹത്തിനെതിരെ SFI പ്രവർത്തകർ ഉയർത്തിയ പോസ്റ്ററുകൾ അദ്ദേഹം പോലീസിനെ കൊണ്ട് അഴിപ്പിച്ചിരുന്നു. അതിനു പിന്നാലെ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഗവർണർ കോഴിക്കോട് മിഠായി തെരുവിലെത്തി ഹൽവ രുചിച്ചതടക്കം പ്രോട്ടോകോൾ ലംഘനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അദ്ദേഹം വിമർശിച്ചിരുന്നു. സർക്കാരിനെതിരെ ഏറ്റുമുട്ടുന്നതിന് ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ച മുഖ്യമന്ത്രി അദ്ദേഹത്തെ തിരിച്ചു വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കത്തയക്കുമെന്ന സൂചന നൽകിയിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 300 പുതിയ കേസുകളും 3 മരണവുമാണ് റിപ്പോർട്ട് ചെയ്തത്. നിലവിൽ കേരളത്തിൽ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 1749 രാജ്യത്തെ മൊത്തം ആക്റ്റീവ് കേസുകളുടെ എണ്ണം 2669 പുതുതായി വ്യാപിക്കുന്ന ഒമിക്രോൺ JN1 ഉപവകഭേദത്തെ നിസാരമായി കാണരുതെന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിയുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. തിരുവമ്പാടി സ്വദേശി കുളത്താട്ടിൽ അൽവി വ്യാഴാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. ശ്വാസമുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിരുന്നു. മരണശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. 1.5 വർഷം മുൻപുള്ള ഒമിക്രോൺ തരംഗത്തിനു പിന്നാലെ വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ഇക്കുറി ഒമിക്രോണിന്റെ ഉപവകഭേദമായ JN1 ആണ് നിരക്കുകളുടെ വർധനവിന് ഇടയാക്കിയത്. രാജ്യത്തിലെ കോവിഡ് കേസുകളിൽ 3/4 പങ്കും കേരളത്തിലുമാണ്. കേരളത്തിലെ ടെസ്റ്റിംഗ് രീതികൾ ഫലപ്രദമായതുകൊണ്ടാണ് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കൂടുതൽ സ്ഥിരീകരിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. കോവിഡിനൊപ്പമുള്ള ജീവിതം ശീലമായെങ്കിലും സാധാരണ ജലദോഷം പോലെ നിസ്സാരമാക്കി തള്ളിക്കളയരുതെന്നാണ് ലോകാരോഗ്യ സംഘടനയിലെ മുൻ ചീഫ് സയന്റിസ്റ്റായ ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ വ്യക്തമാക്കുന്നത്. ചികിത്സാ പിഴവിൽ രോഗി മരണപ്പെട്ടാൽ ഇനി ഡോക്ടർ കുറ്റവാളിയാകില്ല. ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിച്ചാൽ പുതിയ നിയമപ്രകാരം ഡോക്ടർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്താനാവില്ല. നിലവിലെ ക്രിമിനൽ നിയമങ്ങൾക്ക് പകരം ബുധനാഴ്ച ലോക്സഭ പാസാക്കിയ ബില്ലുകളിലാണ് ഡോക്ടർമാർക്ക് സംരക്ഷണം നൽകുന്ന വ്യവസ്ഥ പാസാക്കിയത്. ഭാരതീയ ന്യായ സംഹിത ഉൾപ്പെടെയുള്ള ബില്ലുകളിലാണ് ഇതിനായി ഭേദഗതി വരുത്തിയത്. നിലവിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചാൽ ഡോക്ടർ കൊലക്കുറ്റത്തിന് നടപടി നേരിടണം. എന്നാൽ ഇതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകിയ നിവേദനം പരിഗണിച്ചാണ് ക്രിമിനൽ കുറ്റം ഒഴിവാക്കുന്നതെന്ന് അമിത്ഷാ പറഞ്ഞു. ചികിത്സാ പിഴവ് കാരണമുള്ള മരണത്തിന് ഡോക്ടർമാർക്കെതിരെ IPC 304A പ്രകാരമാണ് കേസെടുക്കുന്നത്. 2 വർഷം വരെ തടവ് കിട്ടാവുന്ന വകുപ്പാണിത്. ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റവും പലപ്പോഴും ഡോക്ടർമാർ നേരിടേണ്ടി വരുന്നുണ്ട്. കൊളോണിയൽ കാലത്തെ 3 ക്രിമിനൽ നിയമങ്ങളും പാടെ മാറ്റി പുതിയത് കൊണ്ടുവരാനുള്ള ബിൽ ഇന്ത്യ സഖ്യമല്ലാതെയാണ് ലോക്സഭ പാസാക്കിയത്. ഇന്ത്യ സഖ്യം ബഹിഷ്കരിച്ചു. 10-ൽ താഴെ പ്രതിപക്ഷാംഗങ്ങൾ മാത്രമുള്ളപ്പോഴാണ് 3 ബില്ലുകളും ലോക്സഭ ചർച്ച ചെയ്ത് പാസാക്കിയത്. കൊളോണിയൽ നിയമങ്ങൾ ശിക്ഷിക്കാനായിരുന്നെങ്കിൽ ഭാരതീയ നിയമങ്ങൾ നീതി ഉറപ്പാക്കാനാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. അടുത്ത 100 വർഷത്തെ സാങ്കേതിക വിദ്യാ മാറ്റങ്ങളെ കൈകാര്യം ചെയ്യാൻ പുതിയ നിയമങ്ങൾക്കാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവകേരള സദസ്സിന് ശേഷം മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ ഒരുങ്ങി LDF. മുൻ ധാരണ പ്രകാരം KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പുതിയ മന്ത്രിമാരാകും. ഇരുവർക്കും 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം നൽകാൻ LDF നേരത്തെ തീരുമാനിച്ചിരുന്നു.
ഡിസംബർ 29-ന് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് വിവരം. 24-ന് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിലാവും മന്ത്രിസഭാ പുനഃസംഘടനയുടെ അന്തിമ തീരുമാനം ഉണ്ടാവുക. ഡിസംബർ 23-ന് തിരുവനന്തപുരത്താണ് നവകേരള സദസ്സിന്റെ ഔദ്യോഗിക സമാപനം. 24-നും ചേരുന്ന ഇടതുമുന്നണി യോഗത്തിലാകും മന്ത്രിസഭാ പുനഃസംഘടനയുടെ അന്തിമ തീരുമാനമുണ്ടാവുക. ഏകാംഗ കക്ഷികൾക്ക് 2.5 വർഷം വീതം മന്ത്രിസ്ഥാനം പകുത്തു നൽകാനുള്ള LDF-ലെ മുൻധാരണ നടപ്പാക്കാൻ CPM തീരുമാനിച്ചിരുന്നു. ഗണേശും കേരള കോൺഗ്രസ് B, കടന്നപ്പള്ളിയും കോൺഗ്രസ് S മന്ത്രിമാരാകുമ്പോൾ യഥാക്രമം ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസ്, അഹമ്മദ് ദേവർകോവിൽ INL എന്നിവർ ഒഴിയും. നവംബർ 20-ന് പിണറായി മന്ത്രിസഭ 2.5 വർഷം പൂർത്തിയാക്കിയിരുന്നു. ദേശീയപാതകളിൽ ഉപഗ്രഹ സഹായത്തോടെ ടോൾ പിരിവ് മാർച്ച് മുതൽ ആരംഭിക്കുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ ദേശീയപാതകളിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ കഴിയുമെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു. 2024 മാർച്ച് മുതൽ ഉപഗ്രഹ സഹായത്തോടെ ടോൾ പിരിവ് ആരംഭിക്കുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിലാണ് അറിയിച്ചത്. ടോൾ പ്ലാസകളിൽ കാത്തുനിൽക്കേണ്ട സമയം കുറയ്ക്കാൻ ആവശ്യമായ നൂതന നേട്ടം ഉപഗ്രഹ സഹായത്തോടെ കൈവരിച്ചതായി ഇന്ത്യ നേരത്തെ ലോകബാങ്കിനെ അറിയിച്ചിരുന്നു. ലോകബാങ്കുമായി അടുത്തിടെ നടത്തിയ ചർച്ചയിലാണ് ഉപഗ്രഹ സഹായത്തോടെ ടോൾ പിരിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ നടപ്പാക്കുമെന്ന് അറിയിച്ചത്. ഫാസ്ടാഗ് നടപ്പാക്കുന്നതിലൂടെ ടോൾ പ്ലാസകളിൽ കാത്തുനിൽക്കേണ്ട സമയം 47 സെക്കൻഡായി കുറയ്ക്കാനായി. 714 സെക്കൻഡ് വരെയായിരുന്നു മുമ്പ് ടോൾ പ്ലാസകളിൽ കാത്തുകിടക്കേണ്ടി വന്നിരുന്നത്. ദേശീയപാതകളുടെ നിർമ്മാണവും വിപുലീകരണവും ഈ സാമ്പത്തിക വർഷം 10% വർദ്ധിപ്പിക്കാൻ സാധിച്ചു. ഈ വർഷം 5248 കിലോമീറ്റർ ഹൈവേ പുനരുദ്ധാരണം നടത്തുകയോ നിർമ്മാണം നടത്തുകയോ ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 4766 കിലോമീറ്ററാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിയത്. ഈ സാമ്പത്തിക വർഷം 12000 കിലോമീറ്റർ ദൂരം നിർമ്മാണം പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പാതയ്ക്ക് ഇരുവശത്തും സുരക്ഷാവേലി നിർമ്മിക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വന്ദേ ഭാരത് ട്രെയിനുകൾ 130 കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കുന്ന മേഖലകളിലാണ് സുരക്ഷാവേലി സ്ഥാപിക്കുന്ന കാര്യം പരിഗണിക്കുന്നത്. BJP MP ഘൻശ്യാം സിംഗ് ലോധിയുടെ ചോദ്യത്തിന് മറുപടിയായി റെയിൽവേ മന്ത്രി പാർലമെന്റിനെ അറിയിച്ചതാണ് ഇക്കാര്യം. സുരക്ഷയ്ക്കായി റെയിൽവേ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അതിവേഗത്തിലോടുന്ന വന്ദേ ഭാരത് തീവണ്ടികൾ വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ റെയിൽവേ സുരക്ഷ ഉറപ്പാക്കുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിനാണ് മന്ത്രി മറുപടി നൽകിയത്. വന്ദേ ഭാരത് തീവണ്ടികൾ മണിക്കൂറിൽ 110-നും 130-നും കിലോമീറ്ററിനിടെ വേഗത്തിലോടുന്ന മേഖലകളിലെ അപകട സാധ്യതയുള്ള ഭാഗങ്ങളിലും മണിക്കൂറിൽ 130 കിലോമീറ്ററിലധികം വേഗതയിലോടുന്ന എല്ലാ ഭാഗങ്ങളിലും തീവണ്ടി പാളത്തിന് ഇരുവശത്തും സുരക്ഷാവേലി സ്ഥാപിക്കുന്ന കാര്യമാണ് പരിഗണിക്കുന്നത്. വന്ദേ ഭാരത് തീവണ്ടികൾ ഓടുന്ന പാളങ്ങളിൽ സാമൂഹ്യ വിരുദ്ധർ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമടക്കം BJP MP ചൂണ്ടിക്കാട്ടിയിരുന്നു. 2023 നവംബർ വരെ റെയിൽവേ ട്രാക്കുകളിൽ വിവിധ വസ്തുക്കൾ വെച്ച് സാമൂഹ്യ വിരുദ്ധർ തടസ്സം സൃഷ്ടിച്ച 4 സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രി വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങളിൽ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സുരക്ഷാവേലി സ്ഥാപിക്കുന്നതിന് പുറമെ മറ്റ് നിരവധി നടപടിക്രമങ്ങൾ റെയിൽവേ, സംരക്ഷണ സേനയും സാങ്കേതിക വിഭാഗങ്ങളും സ്വീകരിക്കുന്നുണ്ടെന്നും റെയിൽവേ മന്ത്രി പാർലമെന്റിനെ അറിയിച്ചു. KSU പ്രവർത്തകർ തിരുവനന്തപുരത്ത് DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയായിരുന്നു. തുടർന്ന് KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. മാർച്ചിനിടെ നവകേരള സദസ്സിന്റെ പ്രചരണ ബോർഡുകളും KSU പ്രവർത്തകർ അടിച്ചു തകർത്തു. പ്രതിഷേധം തുടരുന്നതിനിടെ പ്രവർത്തകരെ പോലീസ് വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേറ്റു. നിലത്തുവീണ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചാണ് പോലീസ് വാഹനത്തിലേക്ക് കൊണ്ടുപോയത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസ് നടപടിയിൽ മാത്യു കുഴൽനാടൻ MLA-ക്കും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവരനും ഉൾപ്പെടെ പരിക്കേറ്റു. വനിതാ പ്രവർത്തകർക്ക് നേരെയും പോലീസ് ലാത്തിവീശി. പ്രതിഷേധത്തിനിടെ ചാനൽ ക്യാമറാമാനെയും പോലീസ് ലാത്തിവീശി. ക്യാമറമാനാണെന്ന് പറഞ്ഞിട്ടും പോലീസ് അതിക്രമം തുടരുകയായിരുന്നുവെന്നാണ് ആരോപണം. അറിയാതെ സംഭവിച്ചതാണെന്നായിരുന്നു ഇതിൽ പോലീസിന്റെ പ്രതികരണം. KPCC ഓഫീസിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. മാർച്ച് മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കുന്നത് കൊട്ടേഷൻ സംഘമാണെന്ന് മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. തങ്ങൾ എല്ലാവരും തെരുവിൽ അണിനിരക്കും. ഗവർണർ പോയതുപോലെ അകമ്പടിയില്ലാതെ പിണറായി വിജയന് ഇറങ്ങി നടക്കാൻ കഴിയുമോ എന്നും കുഴൽനാടൻ വെല്ലുവിളിച്ചു.
വിധവാ പെൻഷൻ കുടിശ്ശിക വേണമെന്നാവശ്യപ്പെട്ട് അടിമാലി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരൂ, അല്ലെങ്കിൽ മറിയക്കുട്ടിയുടെ 3 മാസത്തെ ചെലവ് സർക്കാർ ഏറ്റെടുക്കേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത്. 1600 രൂപ എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ കാര്യമായിരിക്കില്ല. എന്നാൽ മറിയക്കുട്ടിക്ക് ആ പണത്തിന് പൊന്നും വിലയുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. 78 വയസ്സുകാരിയായ മറിയക്കുട്ടിയാണ് ഹർജിക്കാരി. ഇവരുടെ പരാതി ആരാണ് സംസ്ഥാനത്ത് കേൾക്കുക? മറിയക്കുട്ടിയെ കോടതി VIP ആയി പരിഗണിക്കുകയാണെന്നും കോടതി വ്യക്തമാക്കി. വിധവാ പെൻഷൻ അടക്കം കൊടുക്കേണ്ടതിന് കേന്ദ്ര സർക്കാർ നൽകേണ്ട വിഹിതം തങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കിട്ടുന്നില്ല എന്നതുകൊണ്ട് ഏതെങ്കിലും ആഘോഷങ്ങൾ സർക്കാർ ഒഴിവാക്കുന്നുണ്ടോ എന്ന് കോടതി ചോദിച്ചു. മുൻഗണനാക്രമം നിശ്ചയിച്ച് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും കോടതി വ്യക്തമാക്കി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. ഇതിനു മുമ്പ് നിലപാട് അറിയിക്കാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനോടും കോടതി വിശദീകരണം തേടി. ഇതോടെ ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.